എന്താ രായമുത്ത? അത് നിമിത്തങ്ങളൊന്നും ശരിയില്ല. ഏന് പറയണത് അതാ, ഈ നാട്ടിലെ വരായി പേര് മതി. മറുദേശം കയറിപ്പോയ അപ്പന്റെ കഥ പാടായിട്ടും പഠിപ്പായിട്ടും മുന്നിലുണ്ടല്ലോ. ചങ്ങാതി വാക്കുകൊടുത്തോ? ഇല്ലെങ്കില് ആലോചിച്ചു മതിയെന്നാ ഞാനും പറയുന്നത്. ഈ യാത്ര വേണ്ട മുത്തേ. എന്റെ രായമുത്തം തന്നെ ഇങ്ങനെ പറയണം. കൊച്ചുനാളിൽ ഒരു ഉള്ളി കയ്യിൽ വെച്ച് തന്ന് കൊത്തി പഠിക്കാൻ പറഞ്ഞു. ചൂണ്ടിക്കാണിച്ചു തന്നത് അങ്ങ് ഏഴിമല. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഓരോത്തേക്ക് വരികയായിരുന്നു ഈ വേലുക്കുറുപ്പ്. എന്താ അപ്പത്? ഒരു മായക്കാഴ്ച തന്നെയാണല്ലോ വേലു. കടവന്തറ അമ്പലത്തിന്റെ പണിയൊന്ന് കാണേണ്ടത് തന്നെയാണ് എന്ന് കോലോത്ത് വരണോരും പോണോരും അറിയിച്ചപ്പോ ഇത്രയ്ക്കങ്ങോട്ട് തിരിച്ചില്ല. ഈ ധ്വജത്തിന് എന്തോ ഒരു അപൂർണത ഉണ്ടല്ലോ വാഴുന്നോരെ. അങ്ങനെ വരട്ടെ, പിഴവുണ്ട്. സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വാഹനമാണല്ലോ ഗരുഡൻ. വിഷ്ണു തന്റെ പക്ഷതൽപ്പത്തിലില്ലെങ്കിൽ ഗരുഡൻ വെറും കടൽപക്ഷി മാത്രം. വാഴുന്നോര് നോക്കുക, ധ്വജശീർഷത്തിൽ വെറും കടൽക്കാക്കേന്റെ സ്ഥാനേ ഉള്ളൂ ഗരുഡന്. ധ്വജം കുത്തിയ ശില്പിക്ക് പിഴവ് പറ്റിയിട്ടില്ല. തച്ചന്മാരെ, ചിത്രകലയാണെങ്കിലും ശില്പകലയാണെങ്കിലും അത് കാലവും സന്ദർഭവും പൊരുളുമായി പൊരുത്തപ്പെടണം. ഇവിടെ പ്രതിഷ്ഠ പാർത്ഥസാരഥിയാണ്. എന്ന് വച്ചാൽ പാർത്ഥന്റെ തേരാളിയാണ് ഭഗവാൻ. ആ ഭഗവാൻ തെളിക്കുന്ന രഥത്തിന്റെ ധ്വജത്തിൽ സാക്ഷാൽ ഗരുഡൻ പറഞ്ഞിരിക്കുന്നതായാണ് സങ്കല്പം. തേരാളിയായ ഭഗവാൻ ഗരുഡന്റെ പുറത്തിരുന്നാൽ തേരാര് തെളിക്കും തച്ചന്നൂരെ? എന്താ കറിയാതിരി തർക്കണ്ടോ? തർക്കല്ലേ നിൽക്കണമെങ്കില് തച്ചനല്ലാണ്ടിരിക്കണം. തർക്കണ്ട്. പുരാണം അനുസരിച്ചല്ലല്ലോ ക്ഷേത്ര നിർമ്മാണം. അത് താന്ത്രിക വിധിപ്രകാരം വേണം. കല്ലിൽ കുറെ വ്യാളിമുഖങ്ങൾ ചമക്കിണെന്ന് വെച്ച് അറിവുകളെ പാരമ്പര്യമായിട്ട് പകർന്ന് കിട്ടേണ്ടതാ. കല്ല് കൊത്തുന്ന കാക്കോത്തിക്ക് എവിടെയാ താന്ത്രിക പാരമ്പര്യം? അച്ഛന്റെ പാരമ്പര്യം തന്നെയാ കാക്കോത്തിന്റെയും പാരമ്പര്യം. വിശ്വം സൃഷ്ടിക്കുന്നവരാരോ അവരെല്ലാം വിശ്വകർമാവിന്റെ പരമ്പരയിൽപ്പെട്ടവർ തന്നെയാണ്. അതെ, തച്ചനും തട്ടാനും കള്ളനും കൊല്ലനും ഒക്കെ പരമ്പര ഒന്ന് തന്നെ. ഇനി ഈ തച്ചന്റെ പാരമ്പര്യം അതല്ല, അതും അന്വേഷിക്കുന്നതാവും. ഓഹോ, തർക്കം കരിങ്ങാട്ടിരിയോടോ? മുറിവേല പഠിച്ചവന് മുറിക്കോലേ പറഞ്ഞിട്ടുള്ളൂ, മുഴക്കോല് പറഞ്ഞിട്ടില്ല. അത്രയ്ക്ക് ഗ്രാഹ്യമുണ്ടെങ്കിലും പറയാ, എന്താണ് ക്ഷേത്രം, എന്താവണം ക്ഷേത്രം? ദേശത്തെ പെരിയ തച്ചന്റെ അറിവിനെ കുറച്ചു കാണണില്ല ഈ കൽപ്പുടൻ. എന്നാ ഒത്തിരി അറിവുണ്ടെങ്കിലും അല്പം അഹങ്കാരം ഉള്ളിലുണ്ടെങ്കിൽ അത് കിളിക്കൂട്ടിൽ സർപ്പം കിടക്കുന്നത് പോലെയാണ്. അറിവിന്റെ കുഞ്ഞുങ്ങളെ മുഴുവൻ ആ സർപ്പം ഭക്ഷിക്കും. കേൾക്കട്ടെ, ജീവാത്മാവും പരമാത്മാവും ചേരുന്ന ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ തച്ചൻ എന്തുത്തരം പറയും? മനുഷ്യ ശരീരമാണ് ഉത്തരം. ആണല്ലോ. എന്നാൽ ആ മനുഷ്യ ശരീരം തന്നെയാ ക്ഷേത്രം. മനുഷ്യന്റെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ചേർന്ന രീതിയിലാണ് ക്ഷേത്ര നിർമ്മാണവും വേണ്ടത്. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്നീ പഞ്ചകോശങ്ങളെ ക്ഷേത്രവും പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ഇതിപ്പോ തർക്കം തടുക്കുകയാണല്ലോ. എന്താ ദേശത്തെ വിശ്വകർമാവ് ഈ ശില്പിയുടെ വാദം ഖണ്ഡിക്കണ്ടോ? ഖണ്ഡിക്കുന്നുണ്ട്. പറഞ്ഞതിൽ പാതിയ ശരിയും. എന്നാ പറയട്ടെ, ഈ ശില്പി ഇപ്പറഞ്ഞ ശരീരത്തിൽ അവയവങ്ങളൊക്കെ ഉണ്ടാവണല്ലോ. ക്ഷേത്ര നിർമ്മിതിയില് ശിരസിന്റെ സ്ഥാനം എവിടെയാ? ശ്രീകോവിൽ തന്നെയാ ക്ഷേത്രത്തിന്റെ ശിരസ്. അതിനുള്ളിൽ ശഠാധാര വിധിപ്രകാരം പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹം ദേവന്റെ സൂക്ഷ്മ ശരീരമാണ്. അപ്പോ മുഖപടം? ശ്രീകോവിലിന് ചുറ്റും ചെറിയ ബലിക്കല്ലുകൾ വരെയുള്ള അകത്ത പ്രദക്ഷിണയോരം ദേവന്റെ മുഖമായും മുഖമണ്ഡപം ദേവന്റെ കഴുത്തായും സങ്കല്പം. കൈകാലുകളുടെ സ്ഥാനത്ത് നാലമ്പലം സ്ഥിതി ചെയ്യണം. പ്രദക്ഷിണ വഴിയാണ് വയറായി കണക്കാക്കേണ്ടത്. ധ്വജം ദേവന്റെ നട്ടെല്ലാണ്. പുറത്തെ മതിൽക്കെട്ടുകൾ ദേവന്റെ മുട്ടുകളും കണങ്കാലുകളുമാണ്. ഗോപുരത്തെ പാദമായി സങ്കല്പിച്ചു വരുന്നു. പിന്നെ ഏത് ക്ഷേത്രത്തിന് മുൻവശത്തും ഒരു ആൽമരമുണ്ടാവും. ദേവവൃക്ഷമായിട്ടാണ് ആലിനെ കണക്കാക്കുന്നത്. വേരുകൾ ഈശ്വരനിലും ശിഖരങ്ങൾ മനുഷ്യരിലും സ്ഥിതി ചെയ്യുന്ന ആൽമര ചുവട്ടിൽ ദേവതകൾ ഒത്തുകൂടുന്നു എന്നാണ് സങ്കല്പം.
ലഭിച്ചിരിക്കുന്നു ഈ അനുഗ്രഹീത കലാകാരനെ. ഇത്ര ചെറുപ്രായത്തിൽ ഇത്രയും സിദ്ധി നേടുക എന്ന് പറഞ്ഞ അടിയറവ് പറഞ്ഞോളൂ കരിങ്ങാട്ടിരി. ഇപ്പൊ തന്നെയെങ്കിലും മനസ്സിലാക്കുക, പാരമ്പര്യം കൊണ്ടാണെങ്കിലും പഠിപ്പുകൊണ്ടാണെങ്കിലും കേമൻ തന്നെയാ ഈ ശില്പി. തന്റെ കയ്യിലെ മുഴക്കോല് കൊണ്ട് അളക്കാൻ കഴിയാത്ത അത്രയും കേമൻ. അഹങ്കാരവും അസൂയയും സമം ചേർത്ത അത് കരിങ്ങാട്ടിരി തച്ചന്മാരാകും. മുച്ചൂടും മുടിഞ്ഞു, ഇനി ഇതേ ഉള്ളൂ വിത്ത്. താൻ ഉരുളക്കുപ്പേര് പോലെ മറുപടി കൊടുത്തത് നന്നായി. തൽക്കാലത്തേക്കെങ്കിലും ആ പത്തിയൊന്ന് ഒടിഞ്ഞിട്ടുണ്ടാവും. ഇത് അനുഗ്രഹീത ജന്മം തന്നെയാട്ടോ, സംശയമില്ല. അങ്ങനെയുള്ള വിശേഷണങ്ങളൊന്നും എനിക്ക് നൽകരുത്. എന്തെങ്കിലും അറിയാമെങ്കിൽ അതെല്ലാം എന്റെ അപ്പൻ പകർന്നു തന്നത് മാത്രം. ഈ കൈകൾ ഒരു കല്ലുളി പിടിക്കാൻ പരുവപ്പെടുന്നതിന് മുൻപ് ഈ കാക്കോത്തി മലയിറങ്ങിപ്പോയത് അപ്പൻ. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അറിയാം, ഒരു കാലത്ത് ഈ തുളുനാട് അറിയപ്പെട്ടിരുന്നത് തന്നെ ആ ശില്പിയുടെ മഹത്വത്തിനൊപ്പമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ആരാധന മൂത്ത് ലോകം തന്നെ ആ കലാകാരനെ ഏത് അജ്ഞാത ദുരത്തിൽ ഒളിപ്പിച്ചു എന്നുള്ളതേ ഇന്നും അവ്യക്ത. അതേ തിരുമനസേ, എങ്ങാണ്ട് ഒളിഞ്ഞിരിക്കുന്ന ആ സത്യം ഒരു നാൾ മറനീക്കി പുറത്തു വരും. അതുവരെ ശിലയാൽ മൂടപ്പെട്ട ഈ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് മോനെ എന്നൊരു വിളിക്ക് വേണ്ടി കാതോർത്തിരിക്കുക ഞാനും എന്റെ പെങ്ങൾ കല്ലുരുട്ടിയും. കടവന്തര ദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇത് എന്റെ വക ഒരു സമ്മാനം. ഈ മന്ത്രബന്ധനം പൊട്ടിക്കാൻ, ഇല്ലെങ്കിൽ മഹാറാണിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ആ കർമ്മവും എനിക്ക് നടത്തേണ്ടി വരും. ഓഹോ, മഹാമാന്ത്രികനായ ഈ ചണ്ഡികന്റെ ഗ്രാഹ്യത്തിന്റെ ആഴവും പരപ്പും വരെ അളന്നു തുടങ്ങി ഈ ശില്പി. എങ്കിൽ അത്രയ്ക്ക് വല്ലഭരെങ്കിൽ കാരശ്രീയെ പോലും ഭേദിക്കുന്ന കടും മന്ത്രം ഉപയോഗിച്ച് ഈ കവാടം തുറന്നു കാണിക്കേ. ഉദിച്ചുയർന്ന സൂര്യനെ ബന്ധിച്ച് ഈ പ്രപഞ്ചത്തെ ഇരുട്ടുകൊണ്ട് ആവരണം ചെയ്ത പരമ്പരയാ ഈ അഥർവണ ചണ്ഡികന്റേത്. അങ്ങനെയുള്ള നമ്മോട് തർക്കിക്കാൻ ശ്രമിച്ച ഈ നിമിഷം മുതൽ നമ്മുടെ ചണ്ടമുണ്ടന്മാർ ഇവന് ചുറ്റിലും ഗ്രഹണം തീർത്തു കഴിഞ്ഞു. ബാക്കി അനുഭവിക്കുമ്പോൾ പഠിക്കും. ഭരണി, അവിടുത്തെ കൽപ്പന ഇതായി ഈ ദാസൻ നിറവേറ്റുകയാണ്. പ്രളയം പോലെ ഈ രാജ്യത്തെ കോരിയെറിയാൻ കരുത്തുള്ള അമൂർത്ത ശക്തിയുടെ പ്രകടക്കയറ്റിയെ അടക്കം ചെയ്ത ഈ ചിത്രത്താഴ് നാം ഇതാ പൊട്ടിക്കുന്നു. ഇനിയെല്ലാം വിധിഹിതം പോലെ നടക്കും. തമ്പുരാട്ടി, ക്രീം ചണ്ടമുണ്ടായ നമഃ, ക്രീം ചണ്ടമുണ്ടായ നമഃ, ക്രീം ചണ്ടമുണ്ടായ നമഃ, ക്രീം ചണ്ടമുണ്ടായ നമഃ, ക്രീം ചണ്ടമുണ്ടായ നമഃ. ശ്രീകോവിലിനുള്ളിൽ ബാധ എന്ന് പറഞ്ഞ് ഈ കൊട്ടിയടക്കലും മന്ത്രകാപട്യവും ഈ കയ്യിൽ ശംഭുവിന്റെ തിരോധാനത്തിന്റെ പാപക്കറിയുണ്ടെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. ആ ശില്പിക്കൊപ്പം മറ്റാരെയാ ഇല്ലാതാക്കിയത്? ഇവനെ ചക്കിരി കിട്ടിയ നല്ല മിടുക്കുണ്ടാവും. നേരെ സർവലക്ഷണവും ഒത്ത ഒരു നാട്ടരുതാ. താൻ വില പറഞ്ഞോ? എടോ, ഇങ്ങോട്ട് വരിക. ഈ കരിമ്പൻ എത്രക്ക് മുറിയും? അത് പുലിക്കോട്ടിലെ നമ്പിയോട് വില പറയാൻ മടി കാണുമെന്നറിയാം. മടിക്കണ്ട. എത്ര ആച്ചാ പറഞ്ഞു, എത്ര ആച്ചാലും നമ്പിക്ക് വില വേണം. അയ്യോ, പൊറുക്കണം തമ്പ്ര, അത് വിറ്റുപോയ കാളയാണ്. എടോ, തമ്പുരാൻ ഇഷ്ടപ്പെട്ടൊരു സാധനം വിറ്റു എന്ന് പറഞ്ഞാൽ എന്റെ നാക്കുണ്ടല്ലോ വലിച്ചു പറിച്ചെടുക്കും ഞാൻ. നിനക്കിവിടെ കച്ചവടം ചെയ്യണം. ഈ പെരുമലച്ചന്ത ഇരിക്കണം മണ്ണ് മുഴുവൻ പുലിക്കോട്ടുകാരുടേതാ. ആ കാലിൽ വീട് മാപ്പ് ചോദിക്കണം. കരിങ്ങാട്ടിരി, ഈ മരത്തിനോട് വഴക്ക് വേണ്ട. നാട് ചുറ്റി കച്ചവടത്തിന് വന്ന ഈ തെണ്ടി
സ്ഥിതിക്ക് നമ്പി ആരാണെന്ന് ബോധ്യം ഉണ്ടാവില്ലല്ലോ. ഇവൻ വിറ്റുന്നല്ലേ പറഞ്ഞ്. താൻ ആ കാര്യം കൊട്ടഴിച്ചോ. വാങ്ങിയവരാരാച്ച പുലിക്കോട്ടിന് വന്ന് കൊടുത്ത കാശും വാങ്ങി പോട്ടെ. കഴിക്കരുതപ്പാ. കരിങ്ങാട്ടിന് ഇളയനച്ഛന്റെ കൈ പിടിക്കാനായോ നീ? കെട്ടഴിച്ച കഴിക്കുന്നവന്റെ കയ്യും കൊത്തും. കുഴിച്ചിടാൻ പോലും 6 അടി മണ്ണ് സ്വന്തമില്ലാത്ത കല്ലത്തിന്റെ പേരിൽ ഒരു മലയോ? നിന്റെ അപ്പന് സ്ത്രീധനം കിട്ടിയതാണോടി കാക്കോത്തി മല? നാട് തിണ്ടണ കാക്കോത്തിക്ക് ഏത് അമ്പലത്തിൽ നടയിരുത്താനാണ് ഈ കാള? അടിയന് കല്ല് ചുമക്കാനെ കൊണ്ടൊരു വണ്ടി വേണം. അതിന് ഒരു ആട്ടുകല്ലും കൊടുത്തു വാങ്ങി. അതി കെട്ടാനെ കൊണ്ടൊരു കാള വേണം. അതിന്ന് കാലത്ത് പെരുമല ചന്തേന്നും വാങ്ങി. എന്താ തച്ചന്നോരെ കാളേനെ കെട്ടഴിക്കുന്നില്ലേ?